ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പാദ സംരക്ഷണത്തെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയി ഫിറ്റ് കെയർ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ മാസത്തിൽ ഒരു തവണ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ് കെയർ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫാണല്ലോ. ഇപ്പോൾ ജോബ്, സ്റ്റഡി അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ലൈഫിൻ്റെ ഇടയിലൂടെ നമുക്ക് ഫിറ്റ് കെയർ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ മാത്രം നിങ്ങൾ ഈ ഒരു ഫിറ്റ് കെയർ ചെയ്താൽ മതി. നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ്. എല്ലാവരുടെയും വീട്ടിലുണ്ടെന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ നമുക്ക് ടൈം കിട്ടില്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഹോം റെമഡി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു പാക്ക് നമ്മൾ ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കാലിലൊക്കെ ഉണ്ടാകുന്ന സൺ ടാൻ മാറ്റാനും, അതുപോലെ കുഴിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും, അതുപോലെ നമ്മുടെ കാലിലൊക്കെ ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മുടെ കാല് നല്ല നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ല ഭംഗിയിലും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പാക്ക് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുപയർപ്പൊടി ഉണ്ടെങ്കിൽ ചെറുപയർപ്പൊടിയും കൂടി നിങ്ങൾക്ക് ഇതിന് മിക്സാക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത് കുറച്ച് മതിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഫി പൗഡർ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് കോഫിയുടെ വേറൊരു കമ്പനിയുടെ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ അതാണ് കളർ ഇങ്ങനെ. നിങ്ങൾ നോർമലായിട്ടുള്ള കോഫി പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അലോവേര ജെല്ല് കഴിഞ്ഞപ്പോൾ ഉള്ളതൊക്കെ തന്നെ എടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ ചെറുപയർപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഒരു പാക്ക് രൂപത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ആക്കിയപ്പോൾ കുറച്ചൊന്ന് ലൂസായി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. കാരണം നമുക്ക് നല്ലൊരു കട്ടിയായിട്ടുള്ള ഒരുവിധം നല്ല ലൂസും അല്ല, ഒരുവിധം കട്ടിയില്ല, ആ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നമ്മുടെ കാലിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാലിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാലിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യുക കേട്ടോ. ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കാലിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ശേഷം പിന്നെ കാലിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു പാക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനിവിടെ കാലൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ കാലിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാലിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഒന്നിലേക്ക് നിങ്ങൾ ലൈറ്റ് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ നാരങ്ങയുടെ നീര് കുറച്ച് ഷാമ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ശേഷം കാലിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ കാലിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടെ. ഇപ്പം ഞാനിവിടെ നോർമൽ വാട്ടറിൽ തന്നെ കാല് വാഷ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല നമ്മുടെ കാലിന് ശ്രദ്ധിക്കാൻ. പാക്കുന്നുണ്ട് ഒട്ടും ടൈം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു തവണ നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അത്രയും റിസൾട്ടാണ് കിട്ടുക. അതുപോലെ നമ്മുടെ ഉപ്പൂറ്റിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് വിണ്ട് കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രബ്ബർ യൂസ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ ഇപ്പോൾ അഴുക്കളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിവിടെ 2 കാലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് റെസ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കാല് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം കാല് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് നാട്ടിൽ നിന്ന് വന്ന ശേഷം കാല് നന്നായിട്ട് സൺ ടാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്ര വലിയ തിരക്കാണെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾ മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾ വല്ല ലോഷനോ അല്ലെങ്കിൽ ഫിറ്റ് ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാലിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണമെങ്കിൽ അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ഇപ്പോൾ ഈ വിണ്ട് കയറുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നൊക്കെ ആയിട്ടും, അതുപോലെ ചിലരുടെ കാലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറുന്നൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരയ്ക്കും ബൈ.